ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാരക്ക് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ നാളെ വരാനിരിക്കുന്ന മഴതോരും മുമ്പേ സീരിയലിൻ്റെ നല്ല അടിപൊളി ഒരു പ്രൊമോ കേട്ടാലോ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ ചാനലിൻ്റെയും ഈദ് മുബാരക്ക് അറിയിച്ചുകൊള്ളുന്നു കേട്ടോ. അപ്പോൾ നാളെ വരാനിരിക്കുന്ന നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൽ നമ്മുടെ അലീന ശരണ്യനെ കാണാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ്റെ അടുത്തും അതുപോലെ കൃഷ്ണമോളടുത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് നമ്മുടെ അലീന പോവാണ്. അങ്ങനെ അലീന അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരണ്യയുടെ അമ്മ അലീനേനെയും കൂട്ടിയ റൂമിലോട്ട് ചെല്ലുകയാണ്. അപ്പോൾ പഴയപടി തന്നെയാണ്, ആ ചുരുണ്ട് മൂടി ആ വെട്ടമൊന്നും ഇല്ലാണ്ട് ആ മുറി തന്നെ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അലീന ചെന്നു. അപ്പോൾ തൊട്ടു പിന്നാലെ ശരണ്യയുടെ അമ്മയുണ്ടായിരുന്നു. എന്നിട്ട് ചെന്ന് ആ അലീന നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കിടക്കുകയാണ്. എന്നിട്ട് ആ വെട്ടം ഒന്ന് ഇട്ടു. അലീന വന്നത് അറിഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അലീന മോളേന്ന് വിളിച്ചപ്പോൾ അവൾ മൂളിയായിരുന്നു. പക്ഷേ അമ്മ വന്ന് ആ ലൈറ്റ് ഇട്ടപ്പോഴേക്കും അവൾ കിടന്ന് വല്ലാണ്ട് വിഭ്രാന്തിപ്പെടുകയാണ്. കാരണം കണ്ണിൽ വെട്ടടിക്കുമ്പോൾ ആ കുട്ടിക്ക് വല്ലാത്തൊരു വെപ്രാളവും പേടിയും ഭയവും ഒക്കെ ഉണ്ടാവുകയാണ്. അപ്പം അലീന ലൈറ്റ് ഓഫ് ചെയ്യിപ്പിച്ചില്ല കേട്ടോ. അലീന വേറെ ഒന്നും ചെയ്തില്ല. അലീന നേരെ ശരണ്യയുടെ അടുക്കൽ ചെന്ന് ഇരിക്കുകയാണ്. ഇരുന്ന ശേഷം പതിയെ ആ കുട്ടിയുടെ മുഖത്തോട്ടൊക്കെ ഒന്ന് ആ കയ്യൊക്കെ ഒന്ന് മാറ്റിപ്പിച്ചു. മോളെ, നീ എന്തിനാണ് ഭയക്കുന്നത്? എന്തിനാണ് ഇത്രയും പേടിക്കുന്നത്? ഒന്നും സംഭവിച്ചിട്ടില്ല, എൻ്റെ മോൾക്ക് ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ പറഞ്ഞ് എത്രത്തോളം ആ കുട്ടിയായിട്ട് മാനസികമായിട്ട് അടുത്ത് സംസാരിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ അലീന സംസാരിക്കുകയാണ്. എന്നിട്ട് അവളെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ആ കട്ടിൽ ഇരുത്തിയിട്ട് ആ മുടിയൊക്കെ ഒന്ന് പതുക്കെ വിടർത്തി ഒന്ന് ഒതുക്കി മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടി പതുക്കെ ആ വെട്ടത്തിൻ്റെ ഇതൊക്കെ ആ ഒരു ഇറിറ്റേഷനൊക്കെ മാറിയിട്ട് അലീനയുടെ മുഖത്ത് നോക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞാൻ ഇന്നും വരുമെന്ന്. എന്നിട്ട് അങ്ങനെ ആ ഒരു ഇതൊക്കെ നോക്കി ഞാൻ പറഞ്ഞില്ലേ എന്നെ മനസ്സിലായോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, അലീന മോളിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ശരണ്യയുടെ അമ്മ പറഞ്ഞു, ഒരു സാധനം കഴിച്ചിട്ടില്ല മോളെ, ഞാൻ കൊടുത്തപ്പോൾ ഇപ്പം വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ചെന്ന് കുറച്ച് ചോറ് എന്തൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. അലീന അതൊക്കെ വാരി കൊടുക്കുകയാണ്. എന്നിട്ട് ആ കുട്ടീനെ ഒരുപാട് ചേർത്തു പിടിച്ച് അവൾക്ക് എത്രത്തോളം പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റും, ആ പേടി അവളിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല മോളെ, നീ ജീവിതത്തിലോട്ട് തിരിച്ചു വരണം, മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാവണം, ആ പേടി മാറണം. നിനക്കൊരു നിനക്ക് ഒരു ദോഷവും അല്ലെങ്കിൽ ഒരു നഷ്ടവും നിനക്കല്ല സംഭവിക്കുന്നത്, കാരണം നിന്നെ ദ്രോഹിച്ചവർക്കാണ് നഷ്ടങ്ങൾ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ അലീന ആ കുട്ടിക്ക് എത്രത്തോളം കോൺഫിഡൻറ്റ് കൊടുക്കാൻ പറ്റുമോ ആ ധൈര്യം ആ മനസ്സിന് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ആ കുട്ടിക്ക് വല്ലാത്തൊരു അവളുടെ കണ്ണുകളിൽ പോലും ആ ഒരു പ്രസൻസ് എന്ന് വെച്ചാൽ ആ ഒരു പോസിറ്റീവ് എനർജി അവളുടെ കണ്ണുകളിൽ പോലും തിളങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അലീന മാക്സിമം നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് കേട്ടോ ആ കുട്ടിക്ക്. അലീനയ്ക്ക് ഉറപ്പാണ്, കാരണം ഇന്നലെ കണ്ടതിനേക്കാളും അവൾ വളരെ ബെറ്റർ ആയിട്ടാണ് മാറിയിട്ടുള്ളത്. അപ്പം ശരണ്യയുടെ അമ്മ ഓടിച്ചെന്ന് അച്ഛൻ്റെ അടുത്തും അതുപോലെ അനിയന്മാരുടെ അടുത്തും ചേട്ടൻ്റെ അടുത്തൊക്കെ പറയുന്നുണ്ട്, ആ കുട്ടി ഒരു പ്രത്യേക കഴിവുള്ള കുട്ടി തന്നെ കേട്ടോ. നമ്മുടെ മോള് ഫുഡ് കഴിച്ചു, നടന്നു, അവളെ നന്നായിട്ട് അവൾ കെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. കാരണം അലീനയ്ക്ക് പറ്റും ആ കുട്ടിയെ, നമ്മുടെ മോളെ ശരണ്യയെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ അലീനയ്ക്ക് പറ്റും. എനിക്ക് വളരെ ഭയപ്പാടായിരുന്നു, കാരണം നമ്മുടെ മോള് ഇവിടെ വന്നതിൽ പിന്നെ ഒരാളുടെ അടുത്ത് മിണ്ടാനോ ആഹാരം കഴിക്കാനോ ഒന്നും അവൾ കൂട്ടാക്കിയില്ല. പക്ഷേ അവളിപ്പോൾ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ 2 ദിവസത്തെ ആ ഒരു പരിചരണം കൊണ്ട് തന്നെ അലീന നമ്മുടെ മോളെ അത്രത്തോളം മാറ്റിയെടുത്തു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എല്ലാവർക്കും സന്തോഷമാവുകയാണ്. കാരണം സ്വന്തം ആ മകൾ തിരിച്ചു വരുന്നതിൻ്റെ സന്തോഷം ആ അച്ഛനമ്മമാർക്ക്, ചേച്ചി തിരിച്ചു വരുന്നതിൻ്റെ സന്തോഷം ആ കൂടപ്പുറപ്പുകൾക്കും ഒക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെ അലീന ശരണ്യെ എത്രത്തോളം കെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നമ്മുടെ കൃഷ്ണമോള് നമ്മുടെ ബാലചന്ദ്രന് ഫുഡൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ തിരക്കുന്നുണ്ട്, അലീന ഇതുവരെ എത്തിയിട്ടില്ലല്ലേ മോളെ? ഇല്ല അച്ഛാ, അലീന ചേച്ചി വന്നിട്ടില്ല, പതിയെ വരുള്ളൂ, വൈകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളെ നീ വിളിച്ചു നോക്കിയോ? വിളിച്ചായിരുന്നു അച്ഛാ, പക്ഷേ കോള് കിട്ടിയില്ലായിരുന്നു എന്ന് കൃഷ്ണമോള് പറഞ്ഞു. അപ്പോൾ അവൾ ഇതിലാണ് ഇങ്ങനെ പോകണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ബാലേന്ദ്രൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞു, ചേച്ചി അലീന ചേച്ചിയെക്കുറിച്ച് അച്ഛൻ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്. കുറ്റവാളികളോടല്ല അലീന ചേച്ചി അതായത് ഇപ്പം ആ ശരണ്യയുടെയും ഇപ്പം ഒരു വശത്ത് ശരണ്യ, ഒരു വശത്ത് പീഡനം ചെയ്ത ആൾക്കാർ, തൻ്റെ
സഹോദരങ്ങൾ, സ്വന്തം സഹോദരനും കസിനുമായിട്ട് പറഞ്ഞ ആളും. പക്ഷേ അലീന നിൽക്കുന്നത് പീഡനത്തിന് ആ ഇരയായ കുട്ടിയുടെ കൂടെയാണ്. കാരണം അത് അലീന വളർന്ന ആ ഒരു സാഹചര്യത്തിൻ്റെയാണ് ആ കുട്ടി ആ രീതിയിൽ പെരുമാറുന്നത്. അലീനയ്ക്ക് ഉറപ്പാണ് ആ ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ആ ഒരു സാമീപ്യം ശരണ്യയ്ക്ക് കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ കുട്ടി ആത്മഹത്യയുടെ വക്കിലെത്തും. അത് ഇതിനേക്കാൾ വലിയൊരു ബുദ്ധിമുട്ടാകും എന്നുള്ളതറിയാം. അപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, അലീന ചേച്ചി എപ്പോഴും ന്യായത്തിൻ്റെ പക്ഷത്തെ നിൽക്കുള്ളൂ അച്ഛാ, തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം എന്നുള്ളത് തന്നെയാണ് അലീന ചേച്ചിയുടെ നിലപാട്. അതിപ്പോൾ രോഹിത് ഏട്ടനാണെങ്കിലും ശരി, മറ്റാരാണെങ്കിലും അലീന ചേച്ചി ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അലീനയെക്കുറിച്ച് കൃഷ്ണമോള് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അലീന ചേച്ചിയെ മനസ്സിലാക്കാത്ത ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ അമ്മ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിൻ്റെ അമ്മയ്ക്ക് എന്നിട്ട് ഒരു മാറ്റവും ഇല്ലല്ലോ, അവളെ മനസ്സിലാക്കാനോ അവൾ ചെയ്യുന്ന പുണ്യകാര്യം അല്ലെങ്കിൽ അവൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നൊന്ന് ശ്രദ്ധിക്കാനോ, കുറ്റം പറയാൻ മാത്രമല്ലാണ്ട് നിൻ്റെ അമ്മ വാ തുറക്കാറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം കൃഷ്ണമോള് പറഞ്ഞു, എൻ്റെ അമ്മ ഒരിക്കലും നന്നാവില്ലല്ലോ വെച്ചാൽ, സാക്ഷാൽ ദൈവം തന്നെ വന്ന് പറഞ്ഞാലും എൻ്റെ അമ്മ നന്നാവാൻ പോണില്ല എന്നിങ്ങനെ പറഞ്ഞു. ഇതേ സമയം നമ്മുടെ കൊല്ലപ്പള്ളി വീട്ടിൽ കൈതക്കൽ മാളിക വീട്ടിൽ നമ്മുടെ കമലയും വൈജയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ശിവനൊക്കെ മന്ത്രിയെയും വക്കീലിനെയൊക്കെ കാണാനായിട്ട് പല വഴിക്കും കിടന്ന് ഓടുകയാണ്. അപ്പം അവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, ഇപ്പം രോഹിത്തിൻ്റെ ഹരിയുടെയൊക്കെ കാര്യങ്ങൾ എന്തായി തീരും, അവരുടെ ഭാവി എന്തായി, മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ പോലും അവർക്ക് പറ്റാത്ത ഒരു സാഹചര്യമാണ് മക്കൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആൾക്കാരുടെ അടുത്ത് എന്തു പറയാൻ, അവരുടെ ഭാവി പോലും പോയി. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടപ്പെടുകയാണ്. അപ്പോൾ വൈജ പറഞ്ഞു, എനിക്ക് ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ എൻ്റെ മോനെ എങ്ങനെയാണെങ്കിലും ആരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ ഇറക്കിനെ. അപ്പോൾ കമല പറയുന്നുണ്ട്, ശിവേട്ടനും രാജീവും അത് തന്നെയല്ലേ വൈജ ചെയ്യുന്നത്, നീ ടെൻഷൻ അടിക്കാണ്ടിരിക്കുക, അവരെന്തായാലും പലരെയും കാണാനായിട്ടൊക്കെ പോയിട്ടുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ആ സമയത്ത് നമ്മുടെ ശിവൻ ആരെ കണ്ടിട്ട് തിരിച്ച് വരികയാണ്. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, എന്താ ശിവേട്ട പോയ കാര്യം എന്താവാൻ, പോയതുപോലെയൊക്കെ തന്നെ വന്നു. നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ വക്കീൽ പറയുന്നത് ഒരു 30 ദിവസത്തെ ഇവരുടെ റിമാൻഡ് കഴിഞ്ഞാൽ മാത്രമേ ജാമ്യത്തിന് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയണത്. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ, ഈ കുട്ടി പ്രായപൂർത്തിയാകാത്ത, പക്ഷേ സർട്ടിഫിക്കറ്റിൽ ആ കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യം. കാര്യമില്ലെങ്കിൽ ഇതുമല്ല, പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള ആ ഒരു ബോക്സോ കേസ് എന്നുള്ള രീതിയിൽ അതങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് എന്തോ ഭാഗ്യം കൊണ്ട് അങ്ങനെയൊക്കെയായി എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ശിവശങ്കരൻ്റെ അടുത്ത് നമ്മുടെ വൈജ പറയുന്നുണ്ട്, ശിവേട്ട നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്താൽ പറ്റില്ല, എന്തെങ്കിലും എനിക്ക് 2 കാലിൽ നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും കാണിച്ച് എൻ്റെ മോനെ ഇറക്കിയേനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവൻ പറഞ്ഞു, അതെ ഇപ്പം ഞാനും രാജീവും ബാലേന്ദ്രനും ഒക്കെ കിടന്ന് ഓടുന്നുണ്ട്, ഇനിയിപ്പോൾ നീ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഞങ്ങൾ ഈ ഓട്ടം ഓടിയിട്ട് കൂടി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ നീ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നീ പറയണേന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. പക്ഷേ വൈജയ്ക്ക് ആകെ സങ്കടം. എന്നിട്ട് വൈജ പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണക്കാരി ആ ഒരുമ്പൊട്ടവളാണ് ആ അലീന, അവൾ എന്നീ കുടുംബത്ത് കാലെടുത്ത് വെച്ചോ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ കമലയും, അവൾ എന്നീ കുടുംബത്ത് കാലെടുത്ത് വെച്ചോ അതോടുകൂടി തന്നെ കുടുംബത്ത് 6 മാറാമെന്ന് പറഞ്ഞു. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, നിനക്കിപ്പോഴും നാണോ ഉളുപ്പും ഇല്ലേ വൈജയെ, നീ എന്തിനാണ് അവളെ കുറ്റം പറയുന്നത്, അവൾ പറഞ്ഞിട്ടാണോ ഈ പെൺകുട്ടിയെ പോയി അവന്മാർ പീഡിപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ശിവേട്ട അല്ലെങ്കിൽ അവളുടെ പക്ഷമല്ലേ പറയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ മനു കൃഷ്ണമോളെ വിളിക്കുകയാണ്. കാരണം അലീന പോയിട്ട് മനുവിന് വിളിച്ചിട്ടും കിട്ടുന്നില്ല, അലീന അവിടെ എത്തിയോ എന്നറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. അപ്പോൾ എത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്കിൾ എന്തിനാണ് അലീന ഇപ്പോഴും രണ്ടാമതും വിടേണ്ട കാര്യമില്ലായിരുന്നു എന്നിങ്ങനെ മനു പറഞ്ഞു. അച്ഛൻ്റെ അടുത്ത് പെർമിഷൻ മേടിച്ചിട്ട് തന്നെയാണ് മനുവേട്ട പോയത്, നിർബന്ധിപ്പിച്ച് പെർമിഷൻ മേടിച്ചതാണ്. അലീന ചേച്ചി പോയിരിക്കും, കാരണം ആ കുട്ടിയെ ജീവിതത്തിലോട്ട് തിരിച്ച് കൊണ്ടുവരണം എന്ന ഒരു ഒറ്റ ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് അലീന ചേച്ചി പോയിക്കുന്നതെന്നിങ്ങനെ കൃഷ്ണമോള് മനുവിനോട് പറഞ്ഞു. എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു, മനു ഫോൺ വെക്കട്ടെ, ഞാനെന്നും അവളെ വിളിച്ചു നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നാളത്തെ ഏകദേശ സീനിൽ ഇത്രയൊക്കെ തന്നെയാണ് വരുന്നത്. മെയിൻ ശരണ്യേനെ അലീന നന്നായിട്ട് കെയർ ചെയ്ത് തിരിച്ച് ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരുന്നു. ശിവശങ്കരനും രാജീവും അവർക്ക് ജാമ്യത്തിന് വേണ്ടിയിട്ട് മാക്സിമം ഓടി നടക്കുകയാണ്.
പിന്നെ അതൊക്കെയാണ് ഏകദേശം നാളത്തെ ഒരു എപ്പിസോഡിൽ വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഒരു ലൈക്കൊക്കെ അടിച്ചുകൊണ്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് പ്രൊമോ കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചോളൂ. നമ്മളിടുന്ന സീരിയൽ പ്രൊമോസ് കൃത്യമായിട്ട് എത്തും. ഇത് നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചൺ എന്ന ചാനലാണ്. ഇതിൽ മഴ തോരും മുമ്പേ നമ്മളുടെ സുമി മുഫാസ് മൻസിൽ എന്ന മറ്റൊരു ചാനലുണ്ട്. അതിൽ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് എന്ന സീരിയൽ ഏഷ്യാനെറ്റ് വരുന്നത് ഞാൻ ഇട്ടിട്ടുണ്ട് പ്രൊമോ. അപ്പോൾ 2 ചാനലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടി ഒന്ന് മുന്നോട്ട് പോകണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്ക് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രൊമോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.